അസ്സലാമു അലൈക്കും. സിഹിർ അഥവാ മാരണം, അത് നമ്മളെയും നമ്മളെ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിനെയും നമ്മളെ ലക്ഷ്യങ്ങളെയും എല്ലാം തകർക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ശത്രുക്കൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ കാഴ്ചയിൽ നമ്മളെ മിത്രങ്ങളായിരിക്കും, പ്രത്യക്ഷത്തിൽ അവർ നമ്മളെ അടുത്ത ആളുകളോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരോ ഒക്കെ ആയിരിക്കും. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമ്മളെ അടുത്ത ആളുകളായിരിക്കും, നമ്മളെ തോളിൽ കൈയിട്ട് നടക്കുന്ന, നമ്മളോട് അടുത്ത ബന്ധമുള്ള, നമുക്ക് നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു തരുന്ന, അല്ലെങ്കിൽ നമ്മളെ വീടുമായിട്ട് നല്ല അടുപ്പമുള്ള ആളുകളായിരിക്കും നമുക്കെതിരായി ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളോട് ശത്രുത ഉള്ള ആളുകളാണ് നമുക്ക് ഇത് ചെയ്യാന്ന്. പക്ഷെ ഒരിക്കലും അല്ല. അധിക സിഹറുകളും ഉണ്ടാവുന്നത് നമ്മൾ അടുത്ത ആളുകളിൽ നിന്നാണ്. നമ്മളെ വീട്ടിൽ വലിയ സ്വാതന്ത്ര്യമുള്ളവരാവാം, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ കൊണ്ടുവരുന്നവരാവാം, നമ്മളെ അയൽവാസികളാവാം, ചിലപ്പോൾ നമ്മളെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. ഈ രീതിയിൽ നമ്മൾ തകർച്ചയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്നതാണ് സിഹർ. ഈ ഒരു കാരണം കൊണ്ട് പല രീതിയിലുള്ള പല മാനസിക വിഷമങ്ങളും ശാരീരിക വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാവുന്ന ആളുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് പഴക്കം ചെന്ന ഷെറുകളാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ ഒരു ഷെറിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഉപയോഗിച്ചു കൊണ്ടുള്ള ഈ ഒരു ചികിത്സ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും മാറും എന്ന കാര്യം ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ബാധിച്ച സമയത്താണ് മുഅവ്വിദതൈനി സൂറത്ത് ഇറങ്ങുകയുണ്ടായത്. സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. ഈ ഒരു സൂറത്ത് ഉപയോഗിച്ച് ഇത് ഓതി മന്ത്രിക്കുമ്പോൾ സിഹിറിൻ്റെ ഷെറുകളുടെ ഓരോ കെട്ടുകളും അഴിഞ്ഞു പോയി എന്നത് നമുക്ക് ഹദീസിൽ നിന്നും വ്യക്തമാണ്. അത്രയേറെ പവർഫുള്ളായ ഈ ഓരോ ഷെറുകളെയും കരിച്ചു കളയാൻ മാത്രം കഴിവുള്ള സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. ഈ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആര് ഇത് ചെയ്താലും അവർക്ക് ഫലം ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളെല്ലാവരും ഒരു ആത്മാർത്ഥതയും കാണിക്കാതെ വെറുതെ ഇങ്ങനെ ഓതി വിടുന്ന ഒരു സൂറത്താണ് ഇത് രണ്ടും. അതിൻ്റെ ശക്തി നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാഞ്ഞിട്ടാണ്. എന്നാൽ അതിൻ്റെ ശക്തി മനസ്സിലാക്കി ആത്മാർത്ഥമായി പാരായണം ചെയ്യുക. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം, ഈ ഒരു സിഹിറിൽ നിന്നും ഒരു രക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് 41 തവണ ഈ 2 സൂറത്തുകളും ഓതുക. എന്നിട്ട് വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് വേണ്ടി തന്നെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റുന്നതാണ്. നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൈകളിലേക്കോ അല്ലെങ്കിൽ വെള്ളത്തിലേക്കോ മന്ത്രിക്കുക. വെള്ളത്തിൽ മന്ത്രിക്കുകയാണെങ്കിൽ അത് നമ്മളെ മുഖത്തും ശരീരത്തിൽ നമ്മളെ കൈയെത്താവുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ വെള്ളം വെച്ച് തടവാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ 3 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം വരെ നമുക്ക് നീട്ടാവുന്നതാണ്. ഏറ്റവും നല്ലത് നമുക്കൊരു റാഹത്ത് കിട്ടി എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ റെഡിയായി നമുക്കുണ്ടാവുന്നത് വരെ, നമ്മളെ കാര്യങ്ങൾ റാഹത്താവുന്നത് വരെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരെ തൊട്ടും ഇത്തരത്തിലുള്ള സിഹിർ സംബന്ധമായ എല്ലാ ഷെറുകളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്കും കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.